സിബി, കോൺഗ്രസിൽ ഒരു പ്രശ്നവുമില്ല എന്നാണോ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മഞ്ജുഷ, എനിക്ക് തോന്നുന്നത് വി ആർ ടു ഏർലി ടു പ്രെഡിക്ട് ദീസ് തിങ്സ് എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഏറ്റവും ലേറ്റസ്റ്റ് വിവാദത്തിലേക്ക് വരിക, അദാനിയുടെ ഡീല്. അദാനിയുടെ ഡീലിനകത്ത് KC വേണുഗോപാൽ നടത്തിയ പത്രസമ്മേളനമാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു അനുമാനത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാന സ്രോതസ്സായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മളൊരു കാര്യം നോക്കുക, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് മൊത്തത്തിൽ എന്താണെന്ന് പരിശോധിക്കണം. കാരണം കാലങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് ഈ BJPയും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒരു അൺഹോളി അലയൻസ് ഉണ്ട് എന്ന ഒരു നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ അദാനിയെ പൊതുവിടങ്ങളിൽ വിമർശിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ, അതായത് കേരളത്തിലെ ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനിക്ക് അതിന്റെ നടത്തിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു കരാർ ലംഘനം നടന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടീഷൻ അനുസരിച്ച് ഇതുപോലൊരു സ്റ്റേക്ക് സെയിൽ നടക്കുന്നതിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിനെ അറിയിച്ച് അനുവാദം വാങ്ങിയിരിക്കണം എന്നൊരു ക്ലോസും ഉണ്ട്. ആ ക്ലോസ് കണക്കിലെടുക്കാതെയാണ് ഈ ഒരു ഇന്റർനാഷണൽ കമ്പനിയുമായിട്ട്, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള MSCയുമായിട്ട് അവര് ഒരു $1.4 ബില്യൺ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പൊ നിലവിലെ ഈ കരാറ് അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ യാതൊരു സാങ്ഷനും ഇല്ലാതെ കടന്നു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം അദാനി ഗ്രൂപ്പിന് ഗവൺമെന്റിനേക്കാൾ വലിയ പവർ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ സംഗതിക്ക് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറും അത്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയും വലിയൊരു ഡീൽ, വളരെ 32,200 കോടി രൂപയുടെ ഒരു ഡീലാണ്. ഇത്രയും വലിയൊരു ഡീൽ നടക്കുമ്പോൾ ഇതിനകത്ത് ഒരു സാധ്യതയും, അതായത് ഒരു സേയും കേരള സർക്കാരിനില്ലെങ്കിൽ ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇതുപോലുള്ള ഏതു തരത്തിലുള്ള കോർപ്പറേറ്റ് വിൽപ്പനകളും നടത്താനുള്ള സമ്പൂർണ്ണമായ അധികാരം അദാനി ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയത്തിനെതിരാണ്. കാരണം കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് അദാനി ഗ്രൂപ്പ് സർക്കാരിനെ ഒരു പപ്പറ്റാക്കി നിർത്തിക്കൊണ്ട് ഇത്തരം ഡീലുകൾ ദേശീയ തലത്തിലും പല സംസ്ഥാനങ്ങളിലും നടത്തുന്നതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് സമാനമായൊരു സംഭവം നടക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത്, നാഷണൽ ലെവലിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ശ്രീ VD സതീശനും KC വേണുഗോപാലും രണ്ട് തട്ടിലല്ല, രണ്ടുപേരും ഒരു തട്ടിൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയും വളരെ കൃത്യമായിട്ട് ഈ ഡീലിന്റെ കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ ഡീല് അറിയിച്ചിട്ടില്ല, അക്കാര്യത്തിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ അതിനകത്ത് KC വേണുഗോപാൽ വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷമാണ് ഇതിന് ശക്തി കിട്ടിയത്. അതിനുശേഷമാണ് അതൃപ്തി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും അദാനി ഗ്രൂപ്പിനെ അറിയിച്ചതും സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി. അതിനു മുമ്പ് അങ്ങനെ നല്ല കാര്യമാണ്, അത് തിരുത്തൽ ശക്തിയായി എന്നുള്ളത് നല്ല കാര്യമാണ്. മാത്രമല്ല ഈ MR അഭിലാഷ് KPCC ജനറൽ സെക്രട്ടറി KPCC പ്രസിഡന്റിന് കൊടുത്ത കത്തിലും ഈ അദാനി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു നിലപാട് ഉണ്ടായില്ല എന്ന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ ചോദിക്കുന്നത് ശ്രീ മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു പ്രതിസന്ധി നമ്മൾ കാണാതെ പോകരുത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഭരണപരിചയത്തിന്റെ കുറവുണ്ടാകും. കാരണം അദ്ദേഹം ഒരു മന്ത്രിയായിട്ടില്ല, അല്ലെങ്കിൽ അതുപോലുള്ള സീനിയർ റോളുകളൊന്നും അദ്ദേഹം ഈ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് വഹിച്ചിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ചില പരാധീനതകളും ചില പരിചയക്കുറവുകളും അദ്ദേഹത്തിനുണ്ടാവും. അപ്പം ആ ഒരു സംഭവത്തിനകത്ത് കൃത്യമായ ഇടപെടലുകൾ പാർട്ടി നടത്തുകയും പലയിടങ്ങളിൽ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പതിവില്ലാതെ കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിലിരുന്ന കോൺഗ്രസ് ഒരുമിച്ചൊരു ശക്തിയായിട്ട്, അതായത് കോൺഗ്രസ് ആണെന്നുള്ളൊരു ബോധം അണികളിലൊക്കെ വരികയും അവരൊരു ആവേശമൊക്കെ വരികയും ചെയ്ത് ഈ 10 വർഷത്തെ ഒരു ഇടതുപക്ഷ ഭരണത്തിന്റെ ഒരു ഗുണഫലമാണ് സത്യത്തിൽ കോൺഗ്രസ് കിട്ടിയത്. അപ്പൊ എല്ലാ കോൺഗ്രസ്സുകാരും അവരുടെ പാർട്ടി എന്ന് പറയുന്നതിന്റെ ഒരു വികാരം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അടുത്ത കാലത്ത് വന്ന കുറെ നിയമനങ്ങൾ വിവാദത്തിലായി. ഉദാഹരണമായിട്ട് ഗവൺമെന്റ് ഫീഡർമാരുടെ നിയമനം, അത് വിവാദത്തിലായത് അതും നമ്മൾ കേട്ടത് ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് പെട്ടെന്ന് അവതരിപ്പിച്ച് പെട്ടെന്ന് സാങ്ഷൻ എടുത്തു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോ ഈ പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പോലുള്ള നിയമനവും അങ്ങനെ കാര്യമായ ഒരു വലിയ കൂടിയാലോചനകളില്ലാതെ അംഗീകരിക്കപ്പെട്ടു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെതിരെ അതിനകത്ത് സംഘപരിവാർ ബന്ധമുള്ള ഒരാളാണ് അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അത്തരത്തിലൊരു എറർ ഓഫ് ജഡ്ജ്മെന്റ് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഭാവികമായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിനുണ്ട്. അല്ലാതെ നമ്മൾ പിണറായി വിജയന്റെ കാലത്തെ പോലെ അദ്ദേഹം എന്ത് പറഞ്ഞാലും പാർട്ടി അത് ഏറ്റുപാടുകയും പാർട്ടിയുടെ സൈബർ സഖാക്കൾ അതിനുവേണ്ടി ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള സംവിധാനമല്ലല്ലോ കോൺഗ്രസിൽ. അത് കുറച്ചുകൂടി ഓപ്പൺ ആണ്, കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആണ്, കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ വിമർശന വിധേയമാണ്.
അപ്പോ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ടും അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വവും തിരുത്തേണ്ട ഉത്തരവാദിത്വവും പാർട്ടി അണികൾക്കും നേതാക്കൾക്കും ഉണ്ട്. അവരത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അതിനെ എനിക്ക് തോന്നുന്നു തൽക്കാലം നമ്മളൊരു KCVD വാർ എന്ന രീതിയിൽ കാണേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇറ്റ് ഈസ് ടു ഏർലി ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു പകുതിയെ അതിനകത്ത് KCVD വാർ എന്ന രീതിയിൽ താങ്കളും പറഞ്ഞുള്ളൂ. അത് വിശ്വസിക്കാതിരിക്കാം എന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇവിടെ സിബി പറഞ്ഞ പോലെ അത്ര നിഷ്കളങ്കമാണോ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാം എന്ത് കാര്യവും അതിൽ തിരുത്തൽ വരുത്തും എന്ന് പറയുമ്പോൾ തിരുത്തൽ ഉണ്ടാകുന്നുമില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ ഒരു തിരുത്തലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ വിമർശനം ഉന്നയിച്ചയാളെ പിന്നീട് കാണാൻ പോലും കൂട്ടാക്കിയില്ല മുഖ്യമന്ത്രി. അങ്ങനെ ഒരു കാര്യം ഈ KPCC പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന കത്തിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ KPCC ഓഫീസിലേക്ക് ഫയലുമായി പോകുന്ന ഒരു ഭരണമായിരിക്കില്ല കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസ്സുകാർക്കിടയിൽ. ഇതൊക്കെ അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണോ സിബി പറഞ്ഞതുപോലെ ടു ഇയർലി ടു പ്രെഡിക്റ്റ് എന്ന രീതിയിൽ? അല്ല, നമ്മൾ ഈ VD സതീശൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ഒരു 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്കാർ വളരെ കുറവായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നേതാക്കൾ വളരെ കുറവായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ആജ്ഞാശക്തിയോടുകൂടി, വളരെ കമാൻഡിങ് പവറോടുകൂടി പാർട്ടിയെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. പല വേളകളിലും ഇപ്പോൾ K. സുധാകരന് ആരോഗ്യ പ്രശ്നമൊക്കെ മൂലം അദ്ദേഹത്തിന് ഫംഗ്ഷൻ ചെയ്യാൻ തന്നെ പറ്റാത്ത സന്ദർഭത്തിൽ KPCC അധ്യക്ഷൻ്റെ റോൾ കൂടി ഭംഗീന്ദ്രേണ ചെയ്യേണ്ട അവസ്ഥ സതീശന് വന്നിരുന്നു. ആ ഒരു സമയത്തൊക്കെ KC വേണുഗോപാലിലേക്ക് ഇവിടുത്തെ നേതാക്കൾ പതുക്കെ ഗ്രാവിറ്റേറ്റ് ചെയ്ത് പോകുന്നു. അതിന് ഏറ്റവും ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ സണ്ണി ജോസഫ് ആദ്യം KPCC അധ്യക്ഷനായിട്ട് വരുന്നത് സതീശൻ്റെ കൂടി താല്പര്യത്തിലാണ്. പക്ഷേ സണ്ണി ജോസഫ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം KC വേണുഗോപാലിൻ്റെ ഒരു ആളായി മാറുകയും KC വേണുഗോപാൽ എന്താണോ പറയുന്നത് അത് ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരാൾ, അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, പ്രത്യേകിച്ചും അനിൽകുമാർ പണ്ട് തൊട്ടേ KCയുടെ ആളാണ്, PC വിശ്വനാഥും ഷാഫി പറമ്പിലും, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫിയും KCയുടെ ആളായി മാറിയ ആ ഒരു സന്ദർഭത്തിൽ ഇവിടെ VD സതീശന് വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടായി. കാരണം പലപ്പോഴും മാധ്യമങ്ങളിൽ VD സതീശനെതിരെ വാർത്തകൾ വന്നിരുന്നത് പോലും ഈ സണ്ണി ജോസഫിൻ്റെയും കൂട്ടരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും ഒക്കെ താല്പര്യപ്രകാരം പല വാർത്തകളും ഇവിടെ പടച്ചുവിട്ടിരുന്നു. പ്രത്യേകിച്ച് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിൽ സ്ഥിരമായിട്ട് അതുപോലെയുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ VD സതീശൻ വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആജ്ഞാശക്തിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കമാൻഡിങ് പവർ കാരണം അദ്ദേഹം അതൊക്കെ മറികടന്ന് ഇതിനെല്ലാം ശേഷം പാർട്ടിയെ വിജയിപ്പിക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടന്ന വടംവലിയിൽ അദ്ദേഹം കാര്യമായിട്ട് സ്വന്തം നിലയ്ക്ക് അദ്ദേഹം കാര്യമായിട്ട് ഇറങ്ങി കളിക്കാതെ സഖ്യകക്ഷികളെയും മറ്റുള്ളവരെ കൊണ്ടുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റിയെടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. അദ്ദേഹം ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം പലരും വിചാരിച്ചത് അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നത് പോലെ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ നിലപാടിൻ്റെ രാജകുമാരൻ ഇതുപോലെയൊക്കെ ആയി മാറും. പിന്നെ ചിലർ വിചാരിച്ചിരുന്നു അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അടിമയായിട്ട് മാറും. ഇതൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ചിരുന്നത്. VD സതീശൻ എന്ന് പറയുന്നത് ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റോ അദ്ദേഹം ഒരു നെഹ്റുവിയൻ തന്നെയാണോ എന്നുള്ളത് അത് കാലം തെളിയിക്കട്ടെ. അദ്ദേഹം സോഷ്യലിസ്റ്റ് അല്ല എന്നുള്ളത് ഇപ്പോൾ ആ തെറ്റിദ്ധാരണ പലർക്കും മാറി. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അടിമയല്ല എന്നുള്ള ധാരണ ഇപ്പോൾ പലർക്കും മാറി. അദ്ദേഹം ഒരു ആജ്ഞാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയായിരിക്കും, K. കരുണാകരൻ്റെ ഒരു ലൈനിലായിരിക്കും അദ്ദേഹം പോകുന്നത് എന്ന് ആണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ടേം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതിനെതിരെയുള്ള അതിൽ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണല്ലോ ഇപ്പോൾ ഈ KPCC പ്രസിഡന്റ് നൽകിയ കത്തിലൂടെയൊക്കെ പുറത്തു വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ പക്ഷെ നടക്കുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരില്ലേ? ഇതൊക്കെ പിന്മാറേണ്ടി വരും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവർക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.